ഇടുക്കി ജില്ലയിലെ കട്ടപ്പന ടൗൺ മഞ്ഞുപുതച്ച് നാണിച്ചു നിന്ന ഒരു പുലർച്ചയിലാണ് കണ്ണമ്പടി മേമാരി ഡയറി പ്രോജക്റ്റിൻ്റെ വിജയഗാഥ ചിത്രീകരിക്കുവാനായി ഞങ്ങൾ ഉപ്പുതറ പഞ്ചായത്തിലേക്ക് യാത്ര തിരിച്ചത്. മനുഷ്യൻ്റെ ദുരപൂണ്ട കടന്നുകയറ്റങ്ങൾക്കപ്പുറം ഹൈറേഞ്ചിലെ വശ്യപ്രകൃതി ഇന്നും നിരന്തരം അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒരു മഹാമാന്ത്രികനാണ്. കേരളത്തിലെ പ്രവർത്തന മികവുള്ള ക്ഷീര സഹകരണ സംഘങ്ങളിൽ ഒന്നായ ഉപ്പുതറ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൻ്റെ മേൽനോട്ടത്തിൽ സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പിൻ്റെ സാമ്പത്തിക സഹായത്തോടെയാണ് എറണാകുളം മേഖലാ മിൽമ പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ഊരാളി സമുദായത്തിലെ ആദിവാസികളായ ജനതയ്ക്ക് വേണ്ടി കണ്ണമ്പടി മേമാരി ഡയറി പ്രോജക്റ്റ് എറണാകുളം മേഖലാ യൂണിയൻ നടപ്പിലാക്കിയ രണ്ടാമത്തെ പട്ടികവർഗ ഡയറി പ്രോജക്റ്റായിരുന്നു. 45 കുടുംബങ്ങൾക്കാണ് ആ പദ്ധതിയിലെ ഗുണഭോക്താക്കളായിരുന്നത്. അതിലെ ഈ 45 കുടുംബങ്ങളിലെ ഈ ഗുണഭോക്താക്കൾക്ക് ഒരാൾക്ക് പ്രതിദിനം 200 രൂപ വീതം അവർക്ക് ഒരു വേതനം എന്നുള്ള രീതിയിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ പൈസ ലഭിക്കുന്നത് പോലെ തന്നെ ഇത് പ്രതിദിനം അവർക്ക് വേതനം എന്നുള്ള രീതിയിൽ 200 രൂപ വീതം നൽകുന്നതിന് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നൽകിയിരുന്നു. അതുപോലെ തന്നെ പശുക്കൾക്ക് ആവശ്യമായിട്ടുള്ള കാലിത്തീറ്റ സൗജന്യമായിട്ട് നൽകുന്നതിന് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കാലിത്തീറ്റ സൗജന്യമായിട്ട് നൽകുകയുണ്ടായി. അതുപോലെ പശുക്കൾക്ക് ആവശ്യമായിട്ടുള്ള വിരമരുന്ന്, അതുപോലെ മറ്റ് പല സുഖക്കേടുകൾക്കുമുള്ള മരുന്നുകൾ ഒക്കെ തന്നെ സൗജന്യമായിട്ട് നൽകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പശുക്കളെ പൂർണ്ണമായും ഇൻഷൂർ ചെയ്യുന്നതിനുള്ള ആ ഇൻഷുറൻസ് പ്രീമിയം പൂർണ്ണമായിട്ടും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അടച്ചത്. അങ്ങനെ 45 കുടുംബങ്ങൾക്ക് ഒരു ജീവനോപാധി എന്നുള്ള രീതിയിൽ ഈ പശു വളർത്തലേർപ്പെട്ടു. അവർക്ക് ഗവൺമെൻറ്റിൽ നിന്നും പതിച്ചു കിട്ടിയ ഭൂമിയിൽ പുൽകൃഷി നടത്തിക്കൊണ്ട് ഈ പശുക്കൾക്ക് തീറ്റ കൊടുക്കുവാൻ ആവശ്യമായിട്ടുള്ള പുല്ല് പൂർണ്ണമായിട്ട് അവർക്ക് ഉൽപ്പാദിപ്പിക്കുവാൻ സാധിച്ചു. കട്ടപ്പനയിൽ നിന്നും 34 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ഇലയനക്കങ്ങളിൽ പോലും വന്യതയിരമ്പുന്ന ദുർഘട വനപാത താണ്ടിയാൽ മാത്രമേ ആർക്കും കണ്ണമ്പടിയിൽ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. മേമാരി കണ്ണമ്പടി ട്രൈബൽ പ്രോജക്റ്റിന് പിന്നിൽ എറണാകുളം മേഖലാ മിൽമ നടത്തിയ അധ്വാനവും കറയറ്റ സമർപ്പണവും പുറം ലോകത്തിന് മനസ്സിലാകണമെങ്കിൽ പ്രധാന നിരത്തിൽ നിന്നും കണ്ണമ്പടിയിലേക്കുള്ള ഈ തണ്ടല്ലു നുറുങ്ങുന്ന വനപാതയിലൂടെ തുള്ളിയും തെറിച്ചും സഞ്ചരിക്കണം. ദുർഘടം നിറഞ്ഞ ഈ യാത്ര തന്നെയാണ് ഇവിടുത്തെ ക്ഷീരകർഷകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും. എറണാകുളം മേഖലാ യൂണിയൻ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി വാണിയമ്പാറയിൽ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കുകയും തൃശ്ശൂർ ജില്ലയിലുള്ള വാണിയമ്പാറയിൽ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കുകയും ആ പ്രോജക്റ്റിൻ്റെ വിജയത്തെ തുടർന്ന് മറ്റ് പട്ടികവർഗ കോളനി മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് മറ്റ് ജില്ലകളിലുള്ള പട്ടികവർഗ കോളനികളിൽ നിന്ന്
സമാനമായ രീതിയിലുള്ള പ്രോജക്റ്റ് നടപ്പാക്കണമെന്നുള്ള ആവശ്യങ്ങൾ വരികയും ചെയ്തപ്പോൾ ഇടുക്കി ജില്ലയിലെ മേമാരി കണ്ണമ്പടി കോളനിയിൽ നിന്ന് ഇതേപോലെ അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം എന്ന് പറയുന്നത് വളരെ മോശം അവസ്ഥയിലാണ്. വളരെ റിമോട്ടായിട്ടുള്ള ഒരു ഏരിയയാണ്. ഉപ്പുതറ പാൽ സൊസൈറ്റിയിലേക്ക് ആണ് അവർക്ക് അടുത്തുള്ള അവരുടെ പാൽ കൊടുക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടാകുന്ന ഒരു സ്ഥലം. ഈ ഉപ്പുതറയിൽ അവർക്ക് എത്തണമെങ്കിൽ ഏതാണ്ട് 10 കിലോമീറ്ററോളം സഞ്ചരിച്ച് വേണം വരാനായിട്ട്, അത് വനത്തിൽ കൂടെ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ മേമാരി കണ്ണമ്പടി കോളനിയിൽ നിന്ന് ഒരു അവിടുത്തെ പട്ടികവർഗത്തിൽപ്പെട്ട യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ഡയറി പ്രോജക്റ്റ് നടപ്പിലാക്കണമെന്നൊരു ആവശ്യം വരികയും എറണാകുളം മേഖലാ യൂണിയൻ്റെ P&I വിഭാഗം അവിടെ പോയി അതിൻ്റെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്തി അത് വളരെ ആവശ്യമാണെന്ന് ബോധ്യം വരികയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി സംസ്ഥാന ഗവൺമെൻറ്റിന് പട്ടികവർഗ ഡിപ്പാർട്ട്മെൻറ്റ് സമർപ്പിക്കുകയും അതിന് അനുമതി ലഭിക്കുകയും ചെയ്തത്. ഈ വാണിയമ്പാറ പ്രോജക്റ്റിൻ്റെ ഒരു സക്സസ് ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നതുകൊണ്ട് പട്ടികവർഗ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇതിന് വളരെ പെട്ടെന്ന് തന്നെ അനുവാദം ലഭിച്ചു. അങ്ങനെ ഈ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. അത് ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് 45 കുടുംബങ്ങൾക്ക് 2 പശുക്കളെ വീതം നൽകുകയും അവർക്ക് ഈ പശുക്കളെ കെട്ടുന്നതിനാവശ്യമായ തൊഴുത്ത് നിർമ്മാണം, ഈ പശുക്കളെ കൊണ്ടുവരുന്നതിനുള്ള ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, പശുക്കൾക്ക് 6 മാസത്തേക്ക് കൊടുക്കുന്നതിനുള്ള കാലിത്തീറ്റ സൗജന്യമായി കൊടുക്കുക, ഇതിനാവശ്യമുള്ള വിരമരുന്ന്, മിനറൽ മിക്സർ, പിന്നെ പുൽകൃഷിക്ക് ആവശ്യമായ സപ്പോർട്ട്, അങ്ങനെ വ്യത്യസ്തമായ പശു വളർത്തലിന് ആവശ്യമുള്ള എല്ലാ ഘടകങ്ങളും ഈ പ്രോജക്റ്റിൽ കൂടെ അവർക്ക് നൽകിയിട്ടുണ്ട്. ഭൂവിസ്തൃതി പരിഗണിച്ച് ഓരോ ആദിവാസിക്കും സർക്കാർ 2 ഏക്കറോളം ഭൂമിയൊക്കെ ഇവിടെ പതിച്ചു നൽകിയിട്ടുണ്ടെങ്കിലും നൂറുമേനി പൊലിയുന്ന കൃഷിയൊക്കെ ചെയ്യാൻ ഈ പ്രകൃതി ഒരുപാട് കരുണ കാണിക്കണം. മാത്രമല്ല, ശാസ്ത്രീയ കൃഷിരീതികളുടെ അലകും പിടിയുമൊന്നും അറിഞ്ഞുകൂടാത്ത കുടിയേറ്റ ജനതയുടെ വലിയ പല ശ്രമങ്ങളും പാഴായി പോകാറുമുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് മിൽമ ഇവർക്കിടയിൽ നട്ടാൽ കിളിർക്കുകയും അധ്വാനിച്ചാൽ ഫലം തരികയുമൊക്കെ ചെയ്യുന്ന ഒരു പ്രോജക്റ്റുമായി കടന്നുവരുന്നത്. ഇതിന് ST ഡിപ്പാർട്ട്മെൻറ്റ് വളരെയധികം സഹായം ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതിന് നന്ദിയോടെ ഞാൻ സ്മരിച്ചുകൊണ്ട് ഞാൻ ബാക്കി പറയുകയാണ്. ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഇവിടെ പശു വളർത്തലുണ്ട്, വളരെ ചെറിയ തോതിൽ പശു വളർത്തലുണ്ട്. കുറച്ച് പേര് പശുവിനെ വളർത്തുന്നുണ്ട്. അത് ശാസ്ത്രീയമായിട്ടാണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പലതിനും തെളിവില്ല. അവർ പാലുണ്ടാക്കുന്നു, ആ പാല് കൊണ്ടുവന്ന് അടുത്തുള്ളൊരു സംഘത്തിൽ കൊടുക്കുന്നു. ആ സംഘത്തിന് ഓർഗനൈസ്ഡ് ആണോ അല്ലയോ എന്നൊരു പിടിയില്ല. അതിലിപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചുകൊണ്ട് കൊടുത്താലും, മോശമായ പാല് കൊടുത്താലും, നല്ല പാല് കൊടുത്താലും അവിടെ ഒരു തരത്തിലുള്ള വില കിട്ടുന്നു. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ക്വാളിറ്റി എന്താണ്, നല്ലതെന്താണ്, ചീത്ത എന്താണെന്ന് അറിഞ്ഞുകൂടാത്തൊരു സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടായിരുന്നു. ഇതിലേക്കാണ് ഞങ്ങളൊന്ന് ഇടപെടണമെന്ന് തീരുമാനിച്ചിട്ടാണ് നമ്മൾ ഈ പദ്ധതിയുമായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ പശു വളർത്തൽ ഇത് നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അതേ നാട്ടിൽ തന്നെയാണ് ആ സ്ഥാനം ഉണ്ടാകുന്നത്. അതേ നാട്ടിൽ അവർക്ക് കൊണ്ട് വിൽക്കാം, അതേ നാട്ടിൽ അവർക്ക് ന്യായമായ വില കിട്ടും. കൃത്യമായ ദിവസം കൃത്യമായ സമയത്ത് അവർ ഉദ്ദേശിച്ച വില അവർക്ക് നേരത്തെ കണക്ക് കൂട്ടാം. അതായത് അവരുടെ കുടുംബ ബഡ്ജറ്റ് അവർക്ക് കണക്ക് കൂട്ടാം. ഇന്ന ആഴ്ചയിൽ ഞങ്ങൾ ഇത്ര ലിറ്റർ പാൽ കൊടുത്തിട്ടുണ്ട്, ഇത്ര ലിറ്റർ പാലിന് ഞങ്ങൾക്ക് ഇത്ര വില കിട്ടും, ഞങ്ങളുടെ ബഡ്ജറ്റിൽ ഇത്ര പൈസ ഞങ്ങൾക്ക് വീഴും. ഈ ഒരു കണക്ക് കൂട്ടലുകളിലാണ് ഇവർ മുമ്പോട്ട് നീങ്ങിയത്. ഞങ്ങൾ കഴിയുന്നിടത്തോളം സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഈ ബഡ്ജറ്റ് അവരുടെ കയ്യിലേക്ക് പലപ്പോഴും ചെല്ലും. അപ്പോൾ അവർക്ക് കുടുംബ ബഡ്ജറ്റ് മാനേജ് ചെയ്യാൻ അവർ കുറച്ചുകൂടെ ഭേദമായിട്ട് ചെയ്യും. ഇത് മാത്രമല്ല, ഇവരുടെ ഈ പേയ്മെൻറ്റും കൃത്യമായ പൈസയും കൃത്യമായ വരുമാനവും കാണുമ്പോൾ ഇതിലേക്ക് ആകൃഷ്ടരായിട്ട് അവരുടെ ബാക്കിയുള്ള കുടുംബത്തിലെ ആൾക്കാരും ഇവരുടെ കൂടെ സഹായിക്കാനായിട്ട് ഇറങ്ങും. എന്ന് മാത്രമല്ല, ഈ ഒരു പദ്ധതി ഇത് നല്ലതാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ബാക്കിയുള്ളവർക്കും ഇതിലേക്ക് മുമ്പോട്ട് പോകാനുള്ളൊരു താല്പര്യം വരും. നമ്മുടെ ഏതൊരു സ്കീമിൻ്റെയും പ്രശ്നം സസ്റ്റൈനബിലിറ്റിയാണ്. നമ്മളിപ്പോൾ നിർത്തി അല്ലെങ്കിൽ ഇതിൻ്റെ പറഞ്ഞ പോലെ ഗ്രാൻറ്റുകൾ തീർന്നു കഴിഞ്ഞാൽ പിന്നെ അത് മുമ്പോട്ട് പോകാൻ ലാഭമില്ല എന്നൊരു സ്ഥിതി ആക്കി വെച്ചിട്ട് പോരുത്. നമ്മൾ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് തന്നെ സംവിധാനവും ഇതുപോലെ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഇനിയുമായാലും ഈ പദ്ധതി തുടരണം എന്ന് താല്പര്യമുണ്ടാകും. ഇതും കൂടെയാണ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശങ്ങളിലൊന്ന്.
നോക്കൂ, കുന്നുംപുറത്ത് വീട്ടിൽ ബിനോയിയും ഭാര്യ രാധാമണിയും കുന്നോളം പോന്ന ആഹ്ലാദത്തോടെയാണ് ഇവിടെ ജീവിക്കുന്നത്. ഈ പ്രോജക്റ്റ് മലങ്കാറ്റിനൊപ്പം ചൂളമടിച്ച് കാനനപാതകൾ താണ്ടി മേമാരിയിലും കണ്ണമ്പടിയിലുമൊക്കെ എത്തിയ നാൾ മുതൽ ഇവർ കണ്ണും കരളുമായി മിൽമയ്ക്കൊപ്പമുണ്ട്. കൃഷിക്കൊപ്പം കന്നുകാലി വളർത്തലും സംഭരിക്കുന്ന പാൽ ഉപ്പുതറയിലെ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ എത്തിക്കുന്ന ഓട്ടോറിക്ഷയുമൊക്കെയായി ഈ പ്രോജക്റ്റിനൊപ്പം സസന്തോഷം സഞ്ചരിക്കുകയാണ് ഈ കുടുംബം. ആദ്യഘട്ടം എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. അത് വാണിയമ്പാറ എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു. ഈ കർഷകരെല്ലാം തിരഞ്ഞെടുത്തതിന് ശേഷം ഇത്രയും 40 കുടുംബക്കാരെയും ഓരോ വ്യക്തികളെ വെച്ച് ഇവിടുന്ന് ഞങ്ങളെ വാണിയമ്പാറയ്ക്ക് കൊണ്ടുപോയി. അപ്പോൾ അവിടെ ഇതിന് മുന്നേ ഇതുവരെ സ്കീം നടന്നു. അപ്പോൾ അതേപ്പറ്റി പറയാനും പറഞ്ഞ് പഠിപ്പിക്കാനൊക്കെയാണ് ഞങ്ങൾ അവിടെ കൊണ്ടുപോയി. അവിടുത്തെ ക്ലാസ് നല്ല രീതിയിൽ ആൾക്കാർക്ക് പറയാനും ചെയ്തു. കാരണം ഈ നല്ലയിനം പശുക്കൾ വളർത്തുന്ന രീതിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റി അന്നത്തെ ഒരു യാത്ര കൊണ്ട്. അതുമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം പുതിയതായിട്ട് കൂട് പണിയാനുള്ള സംരംഭമായി. അപ്പോഴത്തേന് ആദ്യഘട്ടം പശുവിൻ്റെ കൂടിൻ്റെ തറകെട്ടാനുള്ള പൈസ ആദ്യം തരും. ആ തറയുടെ പണി തീർന്ന ഉടനെ അടുത്ത മേൽക്കൂരയ്ക്കുള്ളതും അങ്ങനെയായിട്ട് ആദ്യത്തെ റൗണ്ട് കൂടിൻ്റെ പണി തീർന്നു. കൂടിൻ്റെ പണി തീർന്നതിന് ശേഷം നമുക്ക് പോയി പശുക്കളെ കാണാം. നമ്മൾ ഈ ഉപ്പറ പഞ്ചായത്ത് വിട്ടാണ് എല്ലാവരും പശുക്കളെ മേടിച്ചത്. ഈ പഞ്ചായത്ത് ആരും തന്നെ മേടിച്ചില്ല. അപ്പോൾ അവിടെ പോയി പശുവിനെ കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് വരുമ്പോൾ നമ്മൾ നമ്മുടെ സാറും ഇവരും പോയി നോക്കുന്നുണ്ട്. നോക്കി പശുവിനെ ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം മാർക്കറ്റ് പറഞ്ഞ് ആ പശുവിൻ്റെ ഓർഡറിൻ്റെ അക്കൗണ്ടിലേക്കാണ് നമ്മൾ പൈസ ഇട്ട് കൊടുക്കുന്നത്. അല്ലാതെ കർഷകരുടെ അക്കൗണ്ടിൽ വരത്തില്ല. അങ്ങനെ കൊടുത്താണ് ഈ പശുക്കളെല്ലാം തന്നെ മേടിച്ചിരിക്കുന്നത്. അതിനുശേഷം പശുവിനെ വാങ്ങിയതിന് ശേഷം മാസം 5 ചാക്ക് കാലത്തിട്ട് വെച്ച് ഓരോ കർഷകർക്കും ഒരു പശുവിന് 5 ചാക്ക് കാലത്തിട്ട് വെച്ച് സർക്കാരിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നു. 2 പശുവിനായപ്പം 10 ചാക്ക് കാലത്തിട്ട് വെച്ചൊരു മാസം കിട്ടുമായിരുന്നു. ആദ്യത്തെ 6 മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ 2ാം ഗഡു പശുവിനെ വാങ്ങുന്നത്. അപ്പോഴത്തേന് 2ാം ഗഡു കൂടെ മേടിച്ച് കഴിഞ്ഞപ്പം 12 ചാക്ക് കാലത്തിട്ട് വെച്ച് ഈ കഴിഞ്ഞ അതിൻ്റെ സബ്സിഡി തീരുന്ന സമയം വരെ കിട്ടിക്കൊണ്ടിരുന്നു. പിന്നെ ഈ നല്ലയിനം പശുക്കൾ നമ്മുടെ ഈ മേഖലയിൽ മിൽമ വന്നതിന് ശേഷമാണ് കൃഷി തുടങ്ങുന്നത്. അല്ലാതെ നേരത്തെ എന്ന് പറഞ്ഞാൽ നാടൻ പശുക്കളായിരുന്നു. അതിന് പാലൊന്നും ഇല്ലാത്ത കന്നാലിയായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ മിക്ക പശു കർഷക വീട്ടിലെല്ലാം HFൻ്റെ പശുവും അതുപോലെ വില കൂടിയ പശുക്കൾ തന്നെയാണ്. ശരാശരി 8 ലിറ്റർ 9 ലിറ്റർ 10 ലിറ്റർ മുകളിട്ട് പാലുള്ള പശുക്കളേ ഉള്ളൂ. അതെ, ഒരു കണ്ണിയും അയഞ്ഞു പോകാത്ത പൊട്ടിപ്പോകാത്ത ഈ ഒത്തൊരുമയാണ് ഏതൊരു ദേശത്തും മാതൃകാപരമായ പദ്ധതികൾ നടപ്പിലാക്കി വിജയിപ്പിക്കുവാൻ എറണാകുളം മേഖലാ മിൽമയ്ക്ക് കരുത്തു പകരുന്നത്. മിൽമ വന്നുകൊണ്ട് വളരെ ഉപകാരമുണ്ടെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതിൻ്റെ കമ്മിറ്റി മീറ്റിംഗ് അതിനൊന്നും യാതൊന്നിനും ഞാൻ വീട് വിട്ടു പോകുന്നില്ല. എല്ലാം ചേട്ടനാണ് പോകുന്നത്. പിന്നെ കുട്ടികളുടെ കാര്യമാണെങ്കിലും അത്യാവശ്യം സ്കൂൾ തുറക്കുമ്പോഴത്തേന് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയമാണ്. മഴക്കാലം ആണല്ലോ. അപ്പോഴത്തേനും മറ്റുള്ളവരോട് കടം വാങ്ങിക്കുക അങ്ങനെ ഒരു ഇതൊക്കെ ആയിരുന്നു ഇവിടുത്തെ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ പാലുള്ളത് കൊണ്ട് ഒരു മാസത്തെ പാലും കാശ് കൂട്ടി വെച്ചാൽ പിള്ളേരുടെ കാര്യം സ്കൂൾ തുറക്കുമ്പോഴത്തേന് എല്ലാം ഡീൽ ചെയ്ത് വിടാൻ പറ്റും. ഒരുപാട് ഞാനെന്ന് പറഞ്ഞാൽ ഈ പശുവിനെ ഇപ്പോൾ ഈ കൂട് നിറയെ പശു ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് നോക്കേണ്ട ഒരു കഷ്ടപ്പാട് കൊണ്ട് കുറേ 5-6 ഞങ്ങൾ കൊടുത്തു. ഇപ്പോൾ ഈ 3 മതി. ശരിക്കും കറവയുണ്ടെങ്കിൽ അത്യാവശ്യം ഞങ്ങൾക്കൊരു 9,000 വരെ ആഴ്ച വരുമാനം ഉണ്ടായിരുന്നു ഒരു 7 മാസത്തിന് മുന്നേ. അതൊക്കെ ആഴ്ച ശനിയാഴ്ച ദിവസം കാശ് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമല്ലേ. അപ്പം പിള്ളേരുടെ കാര്യമാണെങ്കിൽ പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് പിന്നെ വണ്ടിയെടുത്തു. 2 വണ്ടി സത്യം പറഞ്ഞാൽ ആദ്യം വണ്ടിയെടുത്ത് ഒരു പകുതി സമയമായപ്പോഴത്തേനാണ് നമുക്ക് ഈ മിൽമയുടെ ഈ സംരംഭം വരുന്നത്. അപ്പോഴത്തേന് ഈ മിൽമയുടെ കാശ് ആഴ്ച 9,000 കിട്ടുമ്പോൾ നമുക്ക് പണയം വെച്ചാണ് നമ്മളത് എടുക്കുന്നത്. സ്വർണ്ണം ഉണ്ടായിരുന്നത്. അപ്പോൾ അത് എടുക്കാൻ പറ്റി. പിന്നെ അങ്ങനെ 2 വണ്ടി എടുത്ത് മിൽമ ഇത് സംരംഭം വന്നപ്പോഴത്തേന് പാല് കൊണ്ട് കൊടുക്കണമെന്ന് അവിടുന്ന് ഓഫീസർ പറഞ്ഞപ്പോഴത്തേന് അതിന് 2ാമതേ ഒരു വണ്ടി എടുക്കാനായിട്ട് നമുക്ക് ഒരുപാട് പിന്നെ മിൽമ ഇല്ലായിരുന്നെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടേനെ. രാവിലെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാല് കുറവായതുകൊണ്ട് ഒരു 5 മണിക്ക് എണീറ്റാൽ മതി. എന്നാലും ഒരു 6:30-7 മണിയാകും ഞങ്ങൾ ഈ കൂട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ. ഇതുങ്ങൾ 3 കുളിപ്പിച്ച് കറന്ന് പിന്നെ വീട്ടിൽ ചെന്നിട്ട് വീട്ടിലെ കാര്യങ്ങൾ അത് നോക്കി പിള്ളേരെ സ്കൂളിൽ വിടണം. ശരിക്കും കഷ്ടപ്പാടുണ്ട്. കഷ്ടപ്പെടുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പൈസ ഈ മിൽമയുടെ ഈ സംരംഭം തുടങ്ങുന്നതിന് മുന്നത്തെ കളി ഇരട്ടിക്ക് ഞങ്ങൾക്ക് കുഴപ്പമില്ലാതെ കാര്യങ്ങൾ ഓടിക്കാൻ പറ്റുന്നുണ്ട്.
നാണ്യവിളകളായ കാപ്പിയും ഏലവും തേയിലയുമൊക്കെ വിളയുന്ന ഈ പ്രകൃതിയിൽ കാട്ടുമൃഗങ്ങളോട് പടവെട്ടിയും കാട്ടുവിഭവങ്ങൾ ശേഖരിച്ചും വിപണിയുടെ കടുത്ത ചൂഷണങ്ങൾക്ക് വിധേയരായിയും ഇന്നലെ വരെ പട്ടിണിയുടെ ഇരട്ടിക്കുന്ന ഗുണനക്രിയകൾ മാത്രം അറിഞ്ഞ് നിത്യവൃത്തി കഴിച്ചിരുന്ന പാർശ്വവത്കൃത ജനതയെ പശു വളർത്തലിലൂടെയും പാൽ വിപണനത്തിലൂടെയും സാമൂഹിക അവബോധമുള്ള ക്ഷീരകർഷകരാക്കി ഉയർത്തി സ്വയം പര്യാപ്തതയുടെ രാജപാതയിലേക്ക് നയിച്ച വിജയഗാഥയാണ് എറണാകുളം മേഖല കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയന് പറയുവാനുള്ളത്. പണ്ടുകാലങ്ങളിൽ ഇവിടെ കൃഷിപ്പണി തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. നെല്ല്, കപ്പ, ഇത് മൊത്തം കൃഷികളായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഈ പശുവിനെയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പം കിട്ടിയവരെ അതുമായിട്ടുള്ള ഒരു രീതിയിലോട്ട് അവരങ്ങ് മാറി. ഇപ്പം പറമ്പിലും അവരുടെ വൃത്തിയായിട്ട് കാണുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചാണകം അവരുടെ പറമ്പിലും അവർ നിക്ഷേപിക്കുന്നത്. ഈ കൊടിയുടെ വീട്ടിലാണെങ്കിൽ കാപ്പിയുടെ വീട്ടിലാണെങ്കിൽ ചാണകം അതൊരു വലിയൊരു നേട്ടം തന്നെയാണ്. കാരണം ചാണകമാണെങ്കിലും പുറത്തുനിന്നൊക്കെ മേടിക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നത്. ഇപ്പോൾ ഈ പശുവൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഇവരോട് തന്നെ ഈ ചാണകമൊക്കെ മേടിച്ച് അവരുടെ പറമ്പുകളിലും അവരുടെ പറമ്പും മറ്റുള്ളവർക്കും അവർ അത്യാവശ്യം വിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു നല്ല കാര്യം തന്നെയാണ് ചെയ്തത്. പശുവിൻ്റെ ഒരു വീട്ടിൽ 2 പശുവിനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, നല്ല ഇതന്നെ. പാൽ സംഭരണ കേന്ദ്രത്തിലെ സെക്രട്ടറിയായി ജോലി നോക്കുന്ന റിയാമോൾ ബികോം ബിരുദധാരിണിയാണ്. ക്ഷീരകർഷകർക്കു മാത്രമല്ല, ആദിവാസി സമൂഹത്തിൽ നിന്ന് പ്രതിസന്ധികളുടെ ഇരുണ്ട കാട്ടുപാതകൾ താണ്ടി ഉന്നത വിദ്യാഭ്യാസം നേടിയ തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർക്കും തങ്ങളുടെ നാട്ടിൽ നടക്കുന്ന വികസനത്തിൻ്റെ ഭാഗമായി മാറി ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുവാൻ ഈ പ്രോജക്റ്റ് വഴിയൊരുക്കി. ഇവിടെ ഈ പ്രോജക്റ്റ് വന്നത് മുതൽ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് മിൽമ കാഴ്ചവെച്ചത്. ആദ്യം അതിൻ്റെ ഓഫീസേഴ്സ് ഓരോ വീടുകളും കയറിയിറങ്ങുകയും ക്ഷീരകർഷകരെ തിരഞ്ഞെടുക്കുന്നതിൽ നല്ല രീതിയിൽ അവർ പ്രവർത്തിക്കുകയും ചെയ്തു. ഓരോ വീടും കയറിയിറങ്ങി പശു വളർത്തലിൽ പ്രാവീണ്യമുള്ളവരെ നോക്കിയാണ് അവർ കർഷകരെ തിരഞ്ഞെടുത്തത്. 45ഓളം കർഷകരാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ 90 പശുക്കളെ നൽകിയിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും തന്നെ തൊഴുത്തും പശുക്കൾക്ക് നിൽക്കുന്നതിനായി 2 മാറ്റും നൽകിയിട്ടുണ്ട്. കൂടാതെ പാല് സംഭരണ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നതിനായി ഒരു പാൽപാത്രവും നൽകിയിട്ടുണ്ട്. രാവിലെ 6:45 തൊട്ട് പാൽ സംഭരണം ആരംഭിക്കും. ഏകദേശം 7:30യോടുകൂടി കണ്ണമ്പടിയിൽ നിന്നും പാല് വളകോട് എന്ന സൊസൈറ്റിയിലേക്ക് പോവുകയാണ് എന്നും ചെയ്യാറുള്ളത്. അതിന് മിൽമ തന്നെ വണ്ടിക്കൂലി കൊടുത്ത് ഒരു വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലാണ് കൊണ്ടുപോകുന്നത്. കണ്ണമ്പടിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളാണ് അധികവും. അവർക്ക് ഈ പ്രോജക്റ്റ് വന്നതുകൊണ്ട് ധാരാളം മെച്ചങ്ങളുണ്ടായിട്ടുണ്ട്. കുടുംബത്തിൽ സാമ്പത്തിക ഉന്നമനം നേടിയെടുക്കുന്നതിന് ഈ പ്രോജക്റ്റ് മൂലം നല്ല സഹായം ആയിട്ടുണ്ട്. ഒരു ജോലി ചെയ്യുന്നതിലൂടെ എനിക്കും എൻ്റെ കുടുംബത്തിനും നല്ലൊരു സഹായമാണ് ലഭിച്ചത്. ഞാനും എൻ്റെ ഭർത്താവുമാണ് വീട്ടിലുള്ളത്. അപ്പോൾ ഈ ഒരു ജോലിയിലൂടെ ഒരു 2 വർഷത്തോളം നല്ലൊരു സഹായമാണ് ഞങ്ങൾക്ക് ലഭിച്ചത് സാമ്പത്തികമായിട്ടും. പിന്നീട് മറ്റുള്ള ജനങ്ങളുമായിട്ട് ഇടപഴകുന്നതിന് സാധിച്ചു. ഈ 45 കുടുംബങ്ങളിലും പോകുന്നതിനും അവരുടെ അവസ്ഥ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനൊക്കെയും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മിൽമയുടെ ഈ പ്രോജക്റ്റ് കൊണ്ട് എൻ്റെ വ്യക്തിപരമായിട്ട് എനിക്ക് നല്ല പ്രയോജനം ലഭിച്ചെന്നാണ് പറയാനുള്ളത്. ഒരു സഹകരണ പ്രസ്ഥാനമെന്ന നിലയിൽ 3 ടയർ സിസ്റ്റത്തിൽ വിജയകരമായി പ്രവർത്തിച്ചു പോരുന്ന മിൽമ തങ്ങളുടെ പ്രവർത്തന പരിധിയിൽ വരുന്ന ഓരോ ഗ്രാമങ്ങളിലും ക്ഷീരകർഷക ജീവിതങ്ങളുമായി വളരെ അടുത്തും ഇഴുകിച്ചേർന്നുമാണ് പ്രവർത്തിക്കുന്നത്. ക്ഷീരകർഷകരുടെ മനസ്സും മടിശീലയും ഒരുപോലെ നിറയുമ്പോഴാണ് തങ്ങളുടെ ജീവിതവണ്ടിയും ഇരട്ടമണി മുഴക്കി മുന്നോട്ടു പോകുന്നതെന്ന് ഉത്തമ ബോധ്യമുള്ളവരാണ് സംഘം ജീവനക്കാർ. ഇവരുടെ സമർപ്പണബോധവും പ്രവർത്തന ശൈലിയുമാണ് ഈ പ്രോജക്റ്റിന് പിന്നിലെ സ്വർണ്ണപ്പതക്കത്തോളം പോന്ന വിജയത്തിൻ്റെ രഹസ്യം. നാൽപ്പത്തിയഞ്ചോളം കർഷകരെ നമ്മൾ ആദ്യപടിയായിട്ട് തിരഞ്ഞെടുത്തു ഉപഭോക്താക്കളായിട്ട്.
ഗുണഭോക്താക്കളായിട്ട്. അതിനുവേണ്ടി തന്നെ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ മിൽമയുടെ ഒരു പ്രതിനിധി, അതുപോലെ ക്ഷീരവികസന വകുപ്പിൽ നിന്നുള്ള ഒരു പ്രതിനിധി, അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള പ്രതിനിധി, ഷെഡ്യൂൾഡ് ട്രൈബ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള പ്രതിനിധി, കൂടാതെ എറണാകുളം മേഖലാ യൂണിയൻ്റെ മാനേജർ P&I കൺവീനറായും മേഖലാ യൂണിയൻ ചെയർമാനും ഉപ്പുതറ ക്ഷീരോത്പാദക സംഘത്തിൻ്റെ പ്രസിഡൻറ്റും പ്രത്യേക ക്ഷണിതാക്കളുമായുള്ള ഒരു മോണിറ്ററിംഗ് കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. ഈ മോണിറ്ററിംഗ് കമ്മിറ്റിയാണ് ഓരോ ഗുണഭോക്താക്കളെയും തിരഞ്ഞെടുക്കുകയും ഈ ഗുണഭോക്താക്കളെ നൽകുന്ന ആനുകൂല്യങ്ങൾ കാലാകാലങ്ങളിൽ സമയബന്ധിതമായ കമ്മിറ്റി കൂടി വിലയിരുത്തുകയും ആ ആനുകൂല്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ചെയ്തു തീർന്ന പ്രവൃത്തികൾ വിലയിരുത്തുകയും അടുത്ത ഗഡുവായിട്ടുള്ള ഫണ്ട് റിലീസ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ ഒക്കെ മോണിറ്ററിംഗ് കമ്മിറ്റിയാണ് നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇത് വളരെ സുതാര്യമായ രീതിയിൽ ഈ പദ്ധതി വിജയകരമായ രീതിയിൽ ഇന്ന് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇത് ഉപ്പുതറ പഞ്ചായത്തിലെ വാക്കത്തിയിലുള്ള ജോസഫ് ബേബിയുടെ ഭവനമാണ്. മലങ്കാറ്റും പുള്ളിവെയിലും പരസ്പരം തൊട്ടുകളിക്കുന്ന ഈ ശാന്തസുന്ദരമായ പ്രകൃതിയിൽ, അതിൻ്റെ ശാന്തതയിൽ ലയിച്ച് പരിഷ്കൃത സമൂഹത്തിൻ്റെ കുതറുന്ന കുതിപ്പുകളോ പാച്ചിലുകളോ സന്ത്രാസങ്ങളോ അറിയാതെ കൃഷിയും കന്നുകാലി വളർത്തലുമായി വളരെ സന്തുഷ്ടമായ ജീവിതം നയിക്കുകയാണ് ഈ കുടുംബം. കണ്ണമ്പടി മേമാരി ഡയറി പ്രോജക്റ്റിലൂടെ ഇവരുടെ ജീവിതം ഇന്ന് ഏറെ മെച്ചപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നേട്ടമാണ്. കഴിഞ്ഞ വർഷത്തെ എന്ന് പറയുമ്പോൾ അതിന് പാലിൻ്റെ കാശ് കൊണ്ട് തന്നെ പറമ്പിലെ എല്ലാ പണികളും, പിന്നെ പിള്ളേർ 2 പേര് ഡിഗ്രിക്ക് പഠിക്കുന്നു, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടന്നു പോയി. അതുകൊണ്ട് മിൽമ നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ പാലാണെങ്കിലും നമ്മുടെ പാലാണെങ്കിലും ശരാശരി 35 രൂപയുടെ അടുത്ത് വില വീഴുന്നുണ്ടായിരുന്നു. പിന്നെ സബ്സിഡി എല്ലാം കൂടെ വരുമ്പോൾ ഒരു 40-41 രൂപയ്ക്ക് മേളിൽ വരുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷമൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് കാലിത്തീറ്റ അങ്ങനെയുള്ള സബ്സിഡികൾ ഒത്തിരി ഉണ്ടായിരുന്നു. ഇപ്പോൾ തുടങ്ങിയത് നല്ലതാണ്. പണ്ടൊക്കെ നമ്മൾ പശുവിനെ വളർത്തുന്ന പറഞ്ഞാൽ നമുക്ക് ഇവിടെ 6-7 പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മലയെ വിട്ട് അഴിച്ചു വിട്ട് തീറ്റും, ഇവിടെ കൊണ്ടുവന്ന് കെട്ടും. ഇപ്പോൾ ഇത് നേട്ടമാണ്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പോൾ ഈ പശുവിനെ തന്നെ ഇത് തന്നെയാണ് മേടിച്ചതെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് അവിടെ 62,000 രൂപ കൊടുത്ത് മേടിച്ചതാണ്. അന്ന് 17 കിലോ പാല് നമ്മൾ കറക്കണതാണ്. ഇപ്പം മൂന്നാമത്തെയാണ്. ഇപ്പോൾ ഈ പ്രാവശ്യം ഒരു 20 ലിറ്റർ മേളിൽ പാല് കിട്ടും ഒരു നേരം. 2 നേരം കൂടെ ആകുമ്പോൾ ഒരു 35 ലിറ്റർ പാല് വരും. ഇവർ വന്ന് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പൊതുവിൽ എല്ലാവരുടെ അടുത്ത് നിന്ന് അപേക്ഷ മേടിച്ചിട്ട് പശു വളർത്തലിന് മുൻപരിചയമുള്ളവരെ പിന്നെ കൊടുത്താൽ വളർത്തും എന്നുള്ളൊരു നല്ല അഭിപ്രായം തന്നെ അവർ രേഖപ്പെടുത്തി. കാരണം വെച്ചാൽ ഓരോ വീടുകൾ കയറി ഇറങ്ങി വന്ന് ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേനാണെങ്കിൽ ബയോഗ്യാസ് ടാങ്ക്, പിന്നെ 5-6 പാലും പാത്രം, അങ്ങനെയുള്ളതെല്ലാം കണ്ട് കഴിഞ്ഞപ്പോഴത്തേനും പശുവിനെ വളർത്താൻ ഒരു സാഹചര്യം അവർക്ക് മനസ്സിലായി. പിന്നെ പഴയ കന്നുകാലിക്കൂടാത് ഇപ്പോൾ പന്നിക്കൂടായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു കർഷകനായിട്ട് തിരഞ്ഞെടുക്കും. അങ്ങനെയൊക്കെ എല്ലാ മാനദണ്ഡം നോക്കി തന്നെ എടുത്തത്. ജോസഫ് ബേബിയുടെ ഭാര്യ സെലിൻ ഈ പദ്ധതിയെ ഒരുപാട് സ്വപ്നങ്ങൾ കൊണ്ട് ഉയരത്തിൽ പണിതുവെച്ച സ്വന്തം ഹൃദയത്തിലേക്കാണ് ശ്രദ്ധാപൂർവം ഏറ്റുവാങ്ങിയത്. അതുകൊണ്ട് തന്നെ കിട്ടിയ ഓരോ ധനസഹായവും ഇവർ കൈവെള്ളയിലൂടെ ചോർന്നു പോകാതെ ഫലപ്രദമായി വിനിയോഗിക്കുകയും ഭാവിയിലേക്കുള്ള മുതൽക്കൂട്ടായി മാറ്റുകയും ചെയ്തു. അതെ, ഒരു ഗ്രാമീണ ജീവിതം അതിൻ്റെ വിശുദ്ധിയോടെ പച്ചയിട്ട് നിൽക്കുന്ന ഈ കാഴ്ച തന്നെ ആഹ്ലാദജനകമാണ്. എറണാകുളം മേഖലാ മിൽമയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ അഭിമാനവുമുണ്ട്. മിൽമയുടെ ഈ പ്രോജക്റ്റ് വന്നത് ഞങ്ങളുടെ കുടുംബത്തിന് തന്നെ നല്ലൊരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും പിന്നെ അതുപോലെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ പെട്ടെന്ന് വരുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും സാമ്പത്തികം തീരെ ഇല്ലാതെ വരുന്നൊരവസ്ഥയല്ല. അപ്പം നല്ല പശുക്കളെ പോയി കണ്ടെത്തി ഞങ്ങൾ ഭർത്താവും ഞാനും കുട്ടികളും കൂടി പശുവിൻ്റെതായ കാര്യങ്ങളിലൊക്കെ നോക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ തൊഴിലുറപ്പിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ പോലും പശുക്കളുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിന് ശേഷമാണ് പോകുന്നത്.
ഈ മിൽമയുടെ പ്രോജക്റ്റ് ഇങ്ങനെ വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ ബന്ധപ്പെട്ടതായ ആൾക്കാർ ഇവിടെ വന്ന് ഞങ്ങളെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് പശു വളർത്താനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്, അപ്പം അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നോക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ജീവിച്ചു പോകാമെന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ പറമ്പുകളിലാണെങ്കിലും ചാണകവും മൂത്രവും ഒക്കെ എടുത്ത് കൃഷിയൊക്കെ മെച്ചപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ ഒക്കെ നട്ട് അതിനും വേണ്ടുന്നതായ ചാണകവും മൂത്രമൊക്കെ കലക്കി ഒഴിച്ച് സമയത്ത് ചെയ്തു കൊടുക്കാനും പച്ചക്കറികളൊക്കെ പറിച്ച് കടകളിൽ കൊണ്ടുപോയി വിൽക്കാനൊക്കെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇനിയാണെന്ന് പറഞ്ഞാലും ഇപ്പം സൊസൈറ്റി വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ പശുക്കളെ നിർത്താൻ തന്നെയാണ് താല്പര്യം. ഇപ്പം ഒരു 10 ദിവസത്തിനുള്ളിൽ ഒരു പശു പ്രസവിക്കും, പിന്നെ അടുത്തതും ജനയായിട്ട് നിൽക്കുവാണ്. രണ്ടുപേരും പശുവിൻ്റെ കാര്യങ്ങൾ നോക്കിയതിന് ശേഷമാണ് മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നത്. അത്യാവശ്യം പറമ്പിലാണെങ്കിലും കൃഷിയൊക്കെ വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്. ചാണകമൊക്കെ വാരിയിടുന്നു. കാപ്പിക്കുരുവാണെങ്കിലും കുരുമുളക്, ഏലക്ക തുടങ്ങിയ കൃഷികൾക്കൊക്കെ ഞങ്ങൾ ചാണകമൊക്കെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് പശുവിനെ കിടത്താനായിട്ട് മിൽമയുടെ 2 മാറ്റ് നൽകി അവർ. പിന്നീട് പുൽകൃഷിയുണ്ട്. ഇപ്പം ഈ കാണുന്ന പുല്ലല്ലാതെ ഞങ്ങൾ വേറൊരു പറമ്പിൽ ഒരു ഏക്കർ മിച്ച സ്ഥലത്ത് പുൽകൃഷി ചെയ്തിട്ടുണ്ട്. കണ്ണമ്പടിയിലുള്ള കിഴുകാനം സബ് സെന്ററിൽ ഇപ്പോൾ 350 ലിറ്ററോളം പാൽ അളക്കാറുണ്ട്. നല്ല കറവയുള്ള സമയങ്ങളിൽ ഇത് 600 ലിറ്റർ വരെ ഉയർന്നിട്ടുമുണ്ട്. വളവുകോട് ഉപ്പുതറയിലുള്ള ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലാണ് പിന്നീട് സബ് സെന്ററുകളിൽ നിന്നും ശേഖരിച്ചു കൊണ്ടുവരുന്ന പാൽ അളക്കുന്നത്. ഇവർ കാർഷിക വൃത്തിയിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ളവരും വനവിഭവങ്ങൾ ശേഖരിച്ച് ജീവിക്കുന്നവരൊക്കെയാണ്. ആദിവാസികളാണ് ഏറ്റവും കൂടുതൽ. അവരുടെ ജീവിത നിലവാരം വളരെ മോശപ്പെട്ട് കിടന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ നമുക്കൊരു പ്രോജക്റ്റ് കിട്ടി അത് ഇങ്ങനെ വിജയകരമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിച്ചത്. അത് കുറഞ്ഞ ആൾക്കാർക്ക് നമുക്കിത് കൊടുക്കാൻ സാധിച്ചുള്ളൂ എന്നുള്ള ഒരു വിഷമം ഞങ്ങളുടെ ഇതിലുണ്ട്. അത് കൂടുതൽ പ്രയോജനം കിട്ടുന്ന രീതിയിൽ കൂടുതൽ ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം. പക്ഷേ അതിനുള്ള സഹായങ്ങളൊന്നും എങ്ങൊന്നും കിട്ടാനായിട്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല. കിട്ടുകയാണെങ്കിൽ ഇതുപോലെ തന്നെ വളരെ വിജയകരമായിട്ട് നമുക്ക് ഈ പ്രോജക്റ്റ് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. കൃത്യമായിട്ട് നമ്മൾ മേഖലാ യൂണിയനിൽ നിന്ന് 3 മാസത്തിൽ 3 തവണയാണ് നമുക്ക് പൈസകൾ വരുന്നത്. അത് അന്നേരം തന്നെ അവരുടെ കൈകളിലേക്ക് ആ പൈസ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ സഹായങ്ങളും ഇതിൻ്റെ ബേസിൽ വന്ന എല്ലാ സഹായങ്ങളും കൃത്യമായിട്ട് അവരുടെ യാതൊരു ആക്ഷേപം ഉണ്ടാകാത്ത രീതിയിൽ അവരുടെ കൈകളിൽ ഈ നാൾ വരെ എത്തിയിട്ടുണ്ട്. അതിന് നമ്മുടെ കട്ടപ്പന ഡയറിയിലെ സ്പെഷ്യൽ ഓഫീസറായിട്ട് നമ്മൾ തോമസ് സാറ് അതിനായിട്ട് വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ആ പുള്ളിയുടെ വലിയ സഹായം നമ്മുടെ ഈ പ്രവർത്തനത്തിനുണ്ടായി എന്നുള്ളതും നന്ദിയോടുകൂടി ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുക. ഇങ്ങനെ ഒരു നാട്ടിലെ മനുഷ്യരുടെ ജീവിതാവസ്ഥകളിൽ വരുന്ന പ്രബുദ്ധത തന്നെയാണ് ആ ദേശത്തിന്റെ വളർച്ച അളക്കുവാനുള്ള രസമാപിനിയും. സ്കൂളും ആരോഗ്യ ഉപകേന്ദ്രവും അംഗനവാടിയുമൊക്കെയായി അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിൽ ഏറെ മുന്നേറിക്കഴിഞ്ഞ ഈ ആദിമ ജനത കാർഷിക സംസ്കാരത്തിന്റെ വേരുകളിലേക്ക് ആഴ്ന്നിറങ്ങിയ ഈ പ്രോജക്റ്റിനെ ഒരു വലിയ വിജയമാക്കി തീർക്കുകയായിരുന്നു. കണ്ണമ്പടി മേമാരി ഡയറി പ്രോജക്റ്റിലെ ഓരോ ഗുണഭോക്താവിനും ലഭിച്ചിരുന്നത് ഏകദേശം 2,04,000 രൂപയുടെ ബെനിഫിറ്റുകളായിരുന്നു. അതിൽ പ്രധാനമായും 35,000 രൂപ ഒരു തൊഴുത്ത് നിർമ്മാണത്തിനും 40,000 രൂപയുടെ 2 പശുക്കളും അങ്ങനെ 80,000 രൂപയും, അതുകൂടാതെ പശുവിനെ കൊണ്ടുവരുന്നതിനായി 1,500 രൂപ വീതം ട്രാൻസ്പോർട്ടേഷൻ ചാർജും പശുവിനെ ഇൻഷുർ ചെയ്യുന്നതിനായി 1,600 രൂപ വരെ ഇൻഷുറൻസ് പ്രീമിയം സബ്സിഡിയും, ഓരോ ഗുണഭോക്താവിനും 2 റബ്ബർ മാറ്റുകളും സ്റ്റീൽ പാൽപാത്രവും, പുൽകൃഷിക്ക് വേണ്ടി പുൽക്കടയും പുൽവിത്തും, പുൽവിത്ത് വിതയ്ക്കുന്നതിനും പുൽക്കട നടുന്നതിനുമായി പണിക്കൂലിയും ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് ഈ പദ്ധതി വഴി നടപ്പിലാക്കിയിരുന്നത്. ഇതുകൂടാതെ ഏറ്റവും പ്രധാനമായി ഒരു പശുവിന് 3 ചാക്ക് കാലിത്തീറ്റ 1 മാസം എന്ന ക്രമത്തിൽ
43,680 രൂപയുടെ കാലിത്തീറ്റ ഓരോ ഗുണഭോക്താവിനും നമ്മൾ സൗജന്യമായി നൽകി. ഇത് ഒരിക്കലും പണമായിട്ടല്ല നൽകിയത്, കാലിത്തീറ്റയായി തന്നെ നൽകി. കൂടാതെ ഒരു പശുവിനെ ഒരു ദിവസം സംരക്ഷിക്കുന്നതിന് 75 രൂപ എന്ന നിരക്കിൽ 27,000 രൂപ ഓരോ ഗുണഭോക്താവിനും നോട്ടക്കൂലി ആയി നൽകി. ജീവിത സാഹചര്യങ്ങൾ ആത്മഹത്യയോളം പോന്ന അരക്ഷിതാവസ്ഥകളിലേക്ക് തള്ളിയിട്ട കാലത്താണ് ദേവകി രാജൻ എന്ന ഈ വിധവയുടെ ജീവിതത്തിലേക്ക് മിൽമയുടെ ഈ പ്രോജക്റ്റ് വെള്ളി വെളിച്ചം പോലെ കടന്നുവരുന്നത്. ഇന്നിവരുടെ ജീവിതത്തെ ഈ പശുക്കളും അവയുടെ കിടാങ്ങളുമൊക്കെ ചേർന്ന് ഇരുണ്ട ഭൂതകാലത്തിൽ നിന്നും സാവധാനം മോചിപ്പിക്കുകയാണ്. ഗോത്ര സംസ്കാരത്തിൻ്റെ പിന്തുടർച്ചക്കാരായ ഈ സമൂഹത്തിന് അതിശയകരമാം വിധത്തിൽ മടങ്ങി വരുവാനുള്ള ജീവിതോപാധികൾ എറണാകുളം മേഖലാ മിൽമ ഒരുക്കി നൽകിയത് സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പിൻ്റെ സാമ്പത്തിക സഹായത്തോടെയാണ്. പട്ടികവർഗ വികസന വകുപ്പ് നമ്മുടെ ട്രൈബൽ വിഭാഗത്തിന് വേണ്ടി അവരുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യ വികസനം, സ്വയം തൊഴിൽ എന്നിവയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു വരുന്നു. ഇതിൽ സ്വയം തൊഴിൽ എന്ന പ്രോജക്റ്റിലേക്ക് നമ്മൾ പീരുമേട് താലൂക്കിലുള്ള ഉപ്പുതറ പഞ്ചായത്തിലെ കണ്ണമ്പടി, മേമാരി എന്നീ കോളനികളെ തിരഞ്ഞെടുത്തിരുന്നു. അവിടേക്ക് ഡിപ്പാർട്ട്മെൻറ്റ് മിൽമയുടെ സഹകരണത്തോടെ ഒരു ഡയറി പ്രോജക്റ്റ് നടപ്പിലാക്കുന്നതിന് തീരുമാനിച്ചു. അതിനുവേണ്ടി ഡിപ്പാർട്ട്മെൻറ്റ് 1,16,00,000 രൂപ മുടക്കുകയും മിൽമ 5,40,40,000 രൂപ മുടക്കുകയും ഇങ്ങനെ സംയുക്തമായിട്ട് നമ്മളവിടെ ഒരു 45 ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്ത് അവർക്ക് പശു, തൊഴുത്ത്, കാലിത്തീറ്റ എന്നിവ നൽകുകയും ചെയ്തു. ഇതിൽ മെച്ചമായിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ പശുവിനെ കൊടുക്കുക എന്ന് മാത്രമല്ല, അതിൻ്റെ തുടർന്നുള്ള നടത്തിപ്പ്, പശുവിൻ്റെ പരിപാലനം, പിന്നെ ഈ പാല് ഒരു സൊസൈറ്റി പോലെ രൂപീകരിച്ച് അത് വിപണിയിലെത്തി വിൽപ്പന എന്ന കാര്യത്തിലൂടെ ശ്രദ്ധിച്ച് അക്കാര്യത്തിൽ മിൽമയുടെ വളരെയധികം സഹകരണം ഉണ്ടായിരുന്നു. അത് ഇപ്പോഴത്തെ നിലയിൽ ഈ ഒരു പ്രോജക്റ്റ് വളരെ മികച്ച രീതിയിൽ മുന്നേറുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എറണാകുളം മേഖലാ മിൽമ ഇവർക്കു മുന്നിൽ ഒരു നേർ അടയാളം പോലെ കാണിച്ചു കൊടുത്ത മാതൃകാ പ്രോജക്റ്റായിരുന്നു ഇതേ രീതിയിൽ മിൽമ തന്നെ നടപ്പിലാക്കിയ വാണിയംപാറയിലെ ട്രൈബൽ പ്രോജക്റ്റ്. ഇവിടുത്തെ മനുഷ്യരുടെ ഉയിർപ്പും അതിജീവനവും നേരിൽ കണ്ടറിഞ്ഞ കണ്ണമ്പടിയിലെയും മേമാരിയിലെയും ക്ഷീരകർഷകർക്ക് അതൊരു പ്രോത്സാഹനവും ഉണർവുമായി. അതെ, മലമടക്കുകളുടെ താഴ്വാരത്ത് കോടമഞ്ഞു മൂടി തണുത്തുറഞ്ഞു കിടന്ന ഒരു ദേശമാണ്, അവിടുത്തെ കർഷക ജനതയാണ് ഈ പദ്ധതിയിലൂടെ ഇന്ന് ഉണർന്നിരിക്കുന്നത്. കന്നാലി വളർത്തുമായിട്ട് ഏറ്റവും കൂടുതൽ താല്പര്യ ആളുകളെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു ശ്രമമെന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം ഞാനൊക്കെ ഇങ്ങനെ കന്നാലി വളർത്തുന്ന ഒരു 6-7 വർഷം അന്ന് ഞാൻ കന്നാലി വളർത്തി. എനിക്ക് എൻ്റെ വലിയ അച്ഛനുണ്ടായിരുന്ന സമയത്തും കന്നാലിയൊക്കെ വളർത്തിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ 2-3 സെഷനായിട്ട് കന്നാലി വളർത്തുകയും കൊടുക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഈ കന്നാലി വളർത്തൽ അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പാലിനോടൊപ്പം തന്നെ നമ്മുടെ കൃഷിക്ക് ആവശ്യമായ ചാണകം അങ്ങനെയൊക്കെയുള്ളതാണ് മെയിനായിട്ട്. ഞാൻ ഈ കന്നാലി വളർത്താൻ ഈ പശുവിന് തന്നെ താല്പര്യം കാണിച്ചെന്ന് പറഞ്ഞാൽ ഏലക്കൃഷി നടത്തുന്ന ഒരാളാണ്. അപ്പോൾ അത് ചാണകം നമ്മൾ വിലയ്ക്ക് മേടിക്കാൻ ഭയങ്കര തുകയാവും. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഈ പശുവിനെ വളർത്തുന്നതിന്. കൃഷിയോടൊപ്പം തന്നെ നമുക്ക് പാലിൻ്റെ പൈസ, കുറച്ച് പൈസ നമുക്ക് ചിലവ് പൈസ ഉണ്ടാകും. അതോടൊപ്പം നമ്മുടെ കൃഷിയും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പോരും. അതാണ് പ്രധാന ഉദ്ദേശം. കാരണം മിൽമ ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനൊരു സംരംഭം അല്ലെങ്കിൽ ഇതുപോലെ ഒരു കൂട് പണിയാൻ പോലും ഞങ്ങൾക്ക്, ഞാനന്ന് ആ കൂല് തോമസ് സാറിനൊക്കെ അറിയാം, കാരണം ഒരു പനമ്പടിയൊക്കെ ഇട്ട് അങ്ങനത്തെ ഒരു കൂടായിരുന്നു. അപ്പോൾ അതുപോലെ നല്ലൊരു കൂട് പണിയാൻ പറ്റി, നല്ലൊരു സജ്ജീകരണം ഉണ്ടാക്കാൻ പറ്റി. അതൊരു നല്ല വിജയമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. രാവിലെ ഒരു 5:30 ആകുമ്പോൾ എഴുന്നേൽക്കും. 5:30 ആകുമ്പോൾ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ ആ ചൂടുവെള്ളം ഉണ്ടാക്കിയാണ് നമ്മൾ അഴുകൊക്കെ കഴുകുന്നത്. അതിന് ഞാൻ കൂട് ഇങ്ങനെ ചാണകമെല്ലാം കോരിക്കളയുക. ചാണകം കൂടിക്കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളമുണ്ട്, അന്നേരം അടിച്ച് ഈ മൂഗ് വഴി അടിച്ച് കളയുക, ചാണകം വൃത്തിയാക്കുക. എന്നിട്ട് കൂട് പശുവിനെ കുളിപ്പിക്കാൻ സമയമില്ല, അതുകൊണ്ട്
അവിടെ എല്ലാം കഴുകി വൃത്തിയായതിനു ശേഷം എണ്ണ തേച്ചതിനാണ് കറക്കണം. കറുത്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ കൊണ്ടുപോയി അവിടുന്ന് അരിപ്പയുണ്ട്, അരിപ്പയ്ക്കകത്ത് പാലൊഴിച്ച് കുറ്റിക്കകത്തായി ഒരു 7:30 7:30 ഇപ്പുറം സൊസൈറ്റി കൊണ്ട് കൊടുക്കണം. അതാണ് ഒരു പ്രധാന ഒരു പണി എന്ന് പറയുന്നത്. ഒരു 7:30 മുമ്പ് നമ്മുടെ പണി തീരും. ഏറ്റെടുക്കുന്ന ഓരോ സർക്കാർ പദ്ധതികളിലും തങ്ങളുടെ മായാത്ത മുദ്ര പതിപ്പിച്ചിട്ടുള്ള മിൽമ എന്ന വലിയ സഹകരണ പ്രസ്ഥാനം കുറ്റമറ്റ കൃത്യ വൈഭവത്തോടെ ചെയ്തു തീർത്ത മറ്റൊരു വലിയ പ്രോജക്റ്റായി മാറിയിരിക്കുന്നു കണ്ണമ്പടി മേമാരി പ്രോജക്റ്റ്. ഓഗസ്റ്റ് മാസത്തിലുണ്ടായ പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു ജില്ലയാണ് ഇടുക്കി ജില്ല. ഇടുക്കി ജില്ലയിൽ പല പാൽ സൊസൈറ്റികളിൽ നിന്നും പാൽ സംഭരിക്കാനാകാത്ത രീതിയിൽ റോഡുകളൊക്കെ തകർന്നിട്ട് വണ്ടികൾ അങ്ങോട്ട് പോകാൻ പാലാത്ത രീതിയിൽ ഒരാഴ്ചയോളം പാൽ സംഭരണം മുടങ്ങിയ സംഘങ്ങൾ വരെയുണ്ട്. അതൊക്കെ ഒരുപാട് വ്യത്യസ്തമായ റൂട്ടുകളിലൂടെ കൂടുതൽ ദൂരം വാഹനം വിട്ട് ആയിരുന്നു അന്ന് പാൽ സംഭരിച്ചിരുന്നത്. മറയൂർ മേഖലയിലേക്കുള്ള പാല ഒലിച്ചു പോയതിനെ തുടർന്ന് അവിടുന്ന് കോവിൽക്കടവിലുള്ള ഒരു സംഘത്തിൽ നിന്ന് പാൽ സംഭരിക്കാനായിട്ട് എറണാകുളം മേഖലാ യൂണിയന് ടാങ്കർ പാലക്കാട് വഴി പൊള്ളാച്ചി വഴി തമിഴ്നാട്ടിൽ കൂടെ വിടേണ്ടി വന്നു. അങ്ങനെ ഭാരിച്ച ചിലവെല്ലാം ഉണ്ടായെങ്കിലും ആളുകൾ ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ ഈ കാർഷിക വൃത്തി അവരുടെ ഒരു ഉപജീവന മാർഗമായതുകൊണ്ട് അവരുടെ ഡിമാൻഡിന് മുമ്പിൽ ഈ ചിലവൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. അത് അത്തരം അധിക ചിലവുകൾ വെച്ചുകൊണ്ട് തന്നെ ഇത് ഒരു പരിധിവരെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എറണാകുളം മേഖലാ യൂണിയന് കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രളയത്തിന് ശേഷം ശക്തമായൊരു തിരിച്ചുവരവാണ് ഇടുക്കി ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത്. കാർഷിക മേഖലയിൽ ഈ ക്ഷീരോത്പാദന മേഖലയിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോയിട്ടില്ല, ശക്തമായിട്ട് തിരിച്ചു വരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് പാൽ സംഭരണം പൂർവ്വസ്ഥിതിയിൽ പ്രളയത്തിന് മുമ്പുണ്ടായിരുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. ഈ ഡിസംബർ എൻഡോടുകൂടി തന്നെ അതിന് മുമ്പുണ്ടായിരുന്ന സ്ഥിതിയിൽ എത്തുമെന്നുള്ള രീതിയിലുള്ള പാൽ സംഭരണത്തിലുള്ള വർധന അവിടെ ഉണ്ടായിട്ടുണ്ട്. ശരിയായ ചികിത്സകൾ കൃത്യമായ സമയത്തു തന്നെ കന്നുകാലികൾക്ക് നൽകിയും പശുപരിപാലനത്തെ സംബന്ധിച്ച് നിരവധി ക്ലാസുകൾ സംഘടിപ്പിച്ചുമെല്ലാം എറണാകുളം മേഖല കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ഇവരുടെ പല പ്രശ്നങ്ങളെയും അവധാനതയോടെ നേരിട്ടു. പശു വളർത്തലിൽ ട്രെയിനിങ് ലഭിക്കുന്നതിനായി ആദ്യപടിയായി തൃശ്ശൂർ ജില്ലയിൽ വിസിറ്റ് നടത്തിയത് കൂടാതെ മൃഗഡോക്ടർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പലതവണ കണ്ണമ്പടിയിൽ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് ട്രെയിനിങ് പരിശീലന പരിപാടികൾ നടത്തി. അതിൽ മൃഗസംരക്ഷണ വകുപ്പിലെ ഡോക്ടർമാരും റിട്ടയർ ചെയ്ത ട്രെയിനിങ്ങിനായി സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാരും മിൽമയുടെ തന്നെ അസന്മാനായി വർക്ക് ചെയ്യുന്ന ഡോക്ടറും ഈ ട്രെയിനിങ് പരിപാടി നടത്തുന്നതിനായി ഇവിടെ എത്തുകയും ട്രെയിനിങ് ഇവർക്ക് നൽകുകയും ചെയ്തു. ഇവരുടെ പശുവിനെ വളർത്തിയുള്ള ഒരു ശീലം എന്ന് പറയുന്നത് രാവിലെ പശുവിനെ കറന്നിട്ട് അതിനെ കാട്ടിൽ അഴിച്ചു വിടുകയും വൈകുന്നേരം ഏതെങ്കിലും സന്ധ്യസമയത്ത് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നൊരു ചിട്ടയായിരുന്നു. അങ്ങനൊരു വളർത്തൽ രീതിയായിരുന്നു ഈ പ്രദേശത്തുള്ള ആദിവാസി സമൂഹത്തിലുണ്ടായിരുന്നത്. എന്നാൽ നമ്മുടെ ഈ പ്രോജക്റ്റ് വന്നതോടുകൂടി കൂടുതൽ ഉൽപ്പാദനശേഷിയുള്ള പശുക്കളെ ഹൈബ്രിഡ് പശുക്കളെ ഇവർ വാങ്ങുകയും ഹൈബ്രിഡ് പശുക്കളെ വാങ്ങണമെന്നുള്ള നിബന്ധന നമ്മൾ വെച്ചിരുന്നു. അതനുസരിച്ച് ഉൽപ്പാദനശേഷി കൂടിയ പശുക്കളെ വാങ്ങുകയും 2 നേരം പാൽ അളക്കുകയും ചെയ്യുന്നൊരു രീതിയിലേക്ക് ഈ നമ്മുടെ ഗുണഭോക്താക്കൾ മാറി. ഇന്നലെ വരെ ദുരനുഭവങ്ങളുടെ ചരിത്രം മാത്രം പറഞ്ഞും പുറം ലോകത്തിനു മുന്നിൽ ഒരു താഴ്ന്ന ഫലിതം പോലെ കഴിഞ്ഞിരുന്ന ആദിവാസി ജനതയുടെ ജീവിതത്തിലേക്കുള്ള ഒരു നല്ല കടന്നുചെല്ലൽ കൂടിയായിരുന്നു ഈ പ്രോജക്റ്റ്. മേഖലാ യൂണിയൻ നടപ്പാക്കിയ ഈ ഡയറി പ്രോജക്റ്റ് അത് പൂർണ്ണമായും വിജയകരമായി എന്നുള്ളത് അതിൻ്റെ ഒരു അനുധാവന പ്രവർത്തനങ്ങളാണ്. മിൽമയുടെ ഉദ്യോഗസ്ഥർ പ്രതിദിനം ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുകയും അവർക്ക് അപ്പോൾ ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുകയും ഒക്കെ ചെയ്തതുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതി വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ സാധിച്ചത് എന്ന് തന്നെയാണ് മറ്റ് പരാജയപ്പെട്ട പല പദ്ധതികളെക്കുറിച്ച് അറിയുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നത്. എന്തായാലും ഈ പദ്ധതി മേമാരി കണ്ണമ്പടി പട്ടികവർഗ കോളനിയിൽ നടപ്പാക്കിയ ഡയറി പ്രോജക്റ്റ് ഏറ്റവും നല്ല രീതിയിൽ നടപ്പാക്കാൻ സാധിച്ചു. ഇത് ഈ ജനതയ്ക്കിടയിൽ വലിയൊരു മാറ്റത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ ഊർജവത്തായ ചുവടുകൾ ഇനിയും കൂടുതൽ ഉയരങ്ങൾ താണ്ടട്ടെ.
ഈ നല്ല പ്രകാശനാളങ്ങൾ കെട്ടുപോകാതിരിക്കട്ടെ. ഇനിയും കൂടുതൽ അരികു ജീവിതങ്ങളെ എറണാകുളം മേഖലാ മിൽമയ്ക്ക് കൈപിടിച്ചുയർത്തുവാനാകട്ടെ.